ഹരേ കൃഷ്ണ. രാധേ രാധേ. പൊന്നുണ്ണിക്കണ്ണ അസലായിട്ടുണ്ട് കേട്ടോ. ആ മണിമേഖലയ്ക്ക് ഒരു കുഞ്ഞു സമ്മാനം കൊടുത്തില്ലേ ഇന്ന്? എന്തൊരു കുറുമ്പിയായി മണിമേഖല. പണ്ടെൻ്റെ ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ടി തിന്നണമെന്ന് പറഞ്ഞ് ഗോകുലം മുഴുവൻ മണിമേഖല വെണ്ണക്കള്ളൻ വെണ്ണക്കള്ളൻ എന്ന് പറഞ്ഞു നടന്നില്ലേ? അന്ന് ഉണ്ണിക്കണ്ണൻ എത്ര സഹിച്ചു. ഉണ്ണിക്കണ്ണൻ വെണ്ണ കട്ട് തിന്നോ? എന്നിട്ട് എന്താണ്? യശോദമ്മ വിശ്വസിച്ചു മണിമേഖല പറഞ്ഞപ്പോൾ. പക്ഷേ ഉണ്ണിക്കണ്ണൻ മണിമേഖലയെ ഒന്ന് പറ്റിച്ചില്ലേ? യശോദമ്മയും ഗോപികമാരെയെല്ലാം കൊണ്ടുപോയി മണിമേഖല വെണ്ണക്കട്ട് തിന്നണത് കാണിച്ചില്ലേ? അങ്ങനെ മണിമേഖലയാണ് വെണ്ണക്കള്ളിയായി മാറിയത്. ഇന്നിപ്പം മണിമേഖല പുതിയ പരാതിയായിട്ടല്ലേ വന്നത്? അതും ഉണ്ണിക്കണ്ണൻ തീർത്തു കൊടുത്തു. ഉണ്ണിക്കണ്ണൻ്റെ വായിൽ മണ്ണുണ്ടെന്നും ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി കഴിക്കുകയെന്നായിരുന്നു പരാതി. യശോദമ്മ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ ബലരാമേട്ടനും പറഞ്ഞു ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി കഴിച്ചുന്ന്. അപ്പോഴല്ലേ ഉണ്ണിക്കണ്ണൻ യശോദമ്മ പറഞ്ഞ് വാ പൊളിച്ചു കാണിച്ചത്. വാ തുറന്നപ്പോൾ സൂര്യചന്ദ്രന്മാരും അതോടൊപ്പം നമ്മുടെ മണിമേഖലയും നിൽക്കണു. യശോദമ്മ, ബലരാമേട്ടന്മാര്, ഗോപികമാര് എല്ലാവരും ഉണ്ട് ഉണ്ണിക്കണ്ണിൻ്റെ വായില്. സകല ചരാചരങ്ങൾക്കും നാഥനായ ഉണ്ണിക്കണ്ണ, ഈ മണ്ണ് വാരിക്കഴിക്കണ, ഈ വെണ്ണ കട്ട് തിന്നണ ഈ പൊന്നുണ്ണിക്കണ്ണനെ ഞങ്ങൾക്ക് ലഭിച്ചത് ഏതൊക്കെയോ ജന്മങ്ങളുടെ സുഹൃതം ഒന്നുകൊണ്ട് മാത്രമാണ്. ഹരേ കൃഷ്ണ. രാധേ രാധേ.